അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പോകണല്ലേ. അപ്പൊ നാസ്തയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി അടുത്ത കേന്ദ്രത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദർഗകളും കാഴ്ചകളും നമുക്ക് ഈ ഒരു ശ്രീനഗറിലല്ലേ, കുറഞ്ഞ സ്ഥലമാണെങ്കിലും ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ശ്രീനഗറിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ദർഗ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് കേട്ടോ. ആളുകൾ ഹദിയായിട്ട് അരിയും അല്ലേ സാധനങ്ങളൊക്കെ ഇവർക്ക് ഫക്കീറന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊരു വേറിട്ട കാഴ്ചയാണ് കണ്ടോ. ഒരുപാട് ഫക്കീറന്മാരിങ്ങനെ തുണി വിരിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ അരിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അരിയും ഇതൊക്കെ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇറങ്ങുന്ന വഴിയാണ്, ഇത് കയറുന്ന വഴിയാണ്. കയറിട്ടാണ് മുകളിലെത്തിയിട്ടുണ്ട്. പണ്ടത്തെ ജയിലാണ് മക്കളെ, കണ്ടോളി. പണ്ടത്തെ ജയിലാണ്. കോട്ടയുടെ കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ച കേട്ടോ. അതിന്റെ മുകളിലുണ്ടോ ഇവിടെ കയറി വരുമ്പോഴൊരു കാഴ്ചയാണ് കേട്ടോ. കുളം അതിന് നല്ല വൃത്തി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അധികം കാശ്മീരികളാണ് അധികം കാണാനുള്ളത്. എത്തിയിട്ടോ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെരുപ്പ് കയറിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. ധാരാളം വിശ്വാസികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒന്ന് ചെരുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ അകത്തോട്ട് കയറാൻ. എന്താ പോകുന്നു താഴെ പോകുന്ന റോപ്പാണ്. താഴെ റോപ്പാണ് പോകുന്നത്. താഴേക്ക് പോകാനുള്ള റോപ്പാണ്. ഇവിടെ പോയിട്ട് ഇറങ്ങാം. നമ്മൾ വണ്ടി കുറേ ദൂരത്തല്ല, സർവീസ് ചാർജ് ഉണ്ടോ എത്ര എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം. ഇതാണ് ദർഗയുടെ പരിസരം. ഇൻഷാ അല്ലാഹ് കയറിയിട്ട് നമുക്ക് സിയാറത്തും പുറത്ത് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. പള്ളിയുടെ കേട്ടോ. ദർഗയുടെ അടുത്തെത്തിയിട്ടുണ്ടോ, അടിച്ചു കൂടിയിട്ടുണ്ട്. ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർഗ, ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയമായ ദർഗയാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ ഹംസ മഖ്ദൂം തങ്ങളുടെ ദർഗ. പാരാപത്ത് കോട്ടയുടെ താഴെയായിട്ട്, പാരാപത്ത് കോട്ടയുടെ പേര്, അതിന് താഴെയായിട്ട് ഹംസ മഖ്ദൂം തങ്ങളുടെ ദർഗയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ചാറോ ദർഗ പറഞ്ഞില്ല, നാല് ദർഗയിൽപ്പെട്ട ഒരു ദർഗയാണിത്. ഒന്നെന്ന് നമ്മൾ സിയാറത്ത് ഹംസ മഖ്ദൂം. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലം ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ സുൽത്താനുൽ ആരിഫീൻ ഹംസ മഖ്ദൂം. ഹിജ്റ 900 ജനിച്ച് 984 വഫാത്തായ മഹാൻ. 900 ജനിച്ച് 984 വഫാത്തായ മഹാനാണ് ഹംസ മഖ്ദൂം. മഹാനവരെ തുജാർ എന്ന സ്ഥലത്തേന്, തുജാർ എന്ന പിതാവ് ഉസ്മാൻ റൈനിയാണ്. ഉസ്മാൻ റൈനിയാണ് അമ്മാന്റെ പേര്. അതിന് ചെറുപ്പത്തില് മദ്രസ ചേർത്തിരുന്നു. അവിടെ പഠിപ്പിക്കുന്ന മദ്രസയിൽ ചേർത്തിയപ്പോ ഒരു ദിവസം മദ്രസക്ക് പോകാതെ കളിക്കാൻ പോയി. വെറുതെ മദ്രസക്ക് പോയത് കുട്ടികളൊപ്പം ചെയ്തു ഭയങ്കര കളിച്ച് മദ്രസക്ക് പോയില്ല. ഈ സംഭവം ആരറിഞ്ഞ്, ഇത് ആര് കണ്ട്? വാപ്പുണ്ട്. വാപ്പ വന്നിട്ട് നല്ല അടിച്ച് അതെ ഭക്തവനെ മാനവരെ കടന്ന ചെറുപ്പത്തിൽ കുട്ടിയെ പറ്റിയാ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടിനെ നല്ല അടിച്ച് വാപ്പ അടിച്ചതിന് ശേഷം കുട്ടിക്ക് തീരുമാനിച്ച് വേണ്ടി കളിക്കൂലാതെ
അതുപോലെ അവിടെ പ്രത്യേകിച്ച് ഇഞ്ഞ പേരിൽ ഞാൻ തീര കളിക്കൂലാതെ അങ്ങനെ അടിച്ചു കുട്ടി വലിയ രോഗിയൊക്കെ ആയി മാറി. അങ്ങനെ വെല്ലിപ്പന്റെ സേതുന്റെ വെല്ലിപ്പന്മാരെ കുട്ടിയെ കൊടുത്തിട്ട് അന്ന് ശ്രീനഗറിലെ വലിയ മഹാനാണ് ഇസ്മായിൽ കബ്രോഹിം, വലിയ പണ്ഡിതനാണ്. ഇസ്മായിൽ കബ്രോഹിന്റെ അടുത്ത് കൊടുത്താൽ പിന്നെ ഉൾപ്പെടെ ആത്മീയമായ ശിക്ഷണത്തിനും തർബീയത്തിനുമായി വളർന്ന് വലിയ ഉന്നത സ്ഥാനത്ത് എത്തിയ മഹാനാണ് ഹംസ മഖ്ദൂം. ഹംസ മഖ്ദൂം ജനകീയനായ മഹാനാണ്. ജനകീയ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഏതെങ്കിലും ഗുഹയിൽ പോയിട്ട് ഇബാദത്ത് ചെയ്തിരിക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾ തൊട്ട് മാറി നിന്നിട്ടില്ല. എന്തിനും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജനങ്ങൾ തൊട്ട് കൽവത്തിന് ജനങ്ങൾ തൊട്ട് പറ്റ മാറി നിന്നുകാണ്ടുള്ള ഇബാദത്തിനല്ല പറയും. മറ്റേ ജനങ്ങളെ അടിയിൽ പ്രവർത്തിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ജനങ്ങളെ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളെ അടിയിലാണ്ട് ഇറങ്ങി എന്നുകാണ്ട് പ്രവർത്തിച്ച മഹാനാണ് ഹംസ മഖ്ദൂം. വലിയ വലിയ കറാമത്തിനോട് ഹംസ മഖ്ദൂം ഇവിടുത്തെ ഉപരിതയും എവിടെയെങ്കിലും ആളുകൾ ഇന്നടുത്ത് ഭയങ്കര ഷെയ്ത്താന്റെ ശല്യമായിട്ട് തന്നാല് ഇന്നടുത്ത് പോയ കാവുണ്ട്, അതായത് ഷെയ്ത്താനുണ്ട്, ഇന്നടുത്ത് വലിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞാല് ഉടനെ മുമ്പ് ചെല്ലും. അവിടെ എന്തായിട്ട് ഒരു പള്ളി ഉണ്ടാവും, അതാണ് പത്രവും. എല്ലാ ഷെയ്ത്താന്മാരെയും അടി ഒഴിച്ചാണ്ട് ഉപരിതയും അവിടെയൊക്കെ പള്ളികളും ഉണ്ടാക്കിയാണ്ട് ദൈവം ഫത്തഹാക്കും. ഒരു ദിവസത്ത് ഭയങ്കര ഷെയ്ത്താന്റെ ഷർട്ടുണ്ടായിരുന്നു, ഒരാളോട്ട് കൂലി അവിടെ അതേമാതിരി എന്ത് ചെയ്തു, മുപ്പത് ആരോ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. മുപ്പര് പോയിട്ട് എന്ത് ചെയ്തു, അവരൊക്കെ വലിയ ഷെയ്ത്താന്മാർ നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്തു, അവിടെ പള്ളി സ്ഥാപിച്ചു. അവിടുത്തെ എല്ലാ ഷർറുകളും ഒഴിവായി. ഇങ്ങനെ ഷയാത്തീന്റെ ഷർറുകൾ ഉള്ളവർക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യാ, മൂപ്പരായിട്ട് ഫത്തഹാക്കില് മൂപ്പര് അതോടുകൂടെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി വലിയ ലങ്കറുകാൻ ഉണ്ടാക്കി. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ലങ്കറുകാൻ ഉണ്ടാക്കി. അങ്ങനെ ജനകീയരായിട്ട് ജനങ്ങളെ അടിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച വലിയ മഹാനാണ്. അല്ല ഒറ്റക്ക് പോയിട്ട് വിവാഹം ചെയ്ത് ഏതെങ്കിലും കാട്ടുകൾ വിവാഹം ചെയ്തിട്ട് ഇരിക്കല്ലേ എത്തും. ജനങ്ങളെ അടിയിൽ ഇറങ്ങിയായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതാണ് മഹാനായ പുറത്തുള്ളതാണ് അയാളുടെ ഹംസ മഖ്ദൂമിന്റെ ദർഗ. തൊട്ടടുത്ത് ബാബു ദാവൂദ് കാക്കി ഖലീഫ. ഹംസ മഖ്ദൂമിന്റെ ഖലീഫയാണ് ദാവൂദ് കാക്കിന്റെ ചരിത്രത്തിൽ ഇവിടുത്തെ വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ടാണ്, രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തിയുണ്ട് ദാവൂദ് കാക്കി. ദാവൂദ് കാക്കി ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ദാവൂദ് കാക്കി എന്ന മഹാനുപ്പര ഖലീഫയായിരുന്നു. ഒരു വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച വലിയ സമ്പന്നനാണ്, വാപ്പൊക്കെ വലിയ കോടീശ്വരനായിരുന്നു. അങ്ങനെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അവസാനം ആരിൽ ആകർഷിച്ചു, ബഹുമാനപ്പെട്ട ഹംസ മഖ്ദൂമിൽ ആകർഷിക്കുകയും മൂപ്പര് ശിഷ്യനായി തീർന്നു. അങ്ങനെ ശിഷ്യനായി തീർന്നപ്പോൾ ഹംസ മഖ്ദൂം വളരെ താഴ്ന്ന ജോലിയൊക്കെ എടുപ്പിച്ചു. ഒരു ദിവസം ബാബ ദാവൂദ് കാക്കിനോട് പറഞ്ഞു, ചളിമണ്ണ് എടുത്തുണ്ടാകും, ചളിമണ്ണ് എടുത്തുണ്ടാകാം എന്തുണ്ടാക്കാൻ. അപ്പൊ ചളിമണ്ണ് എടുത്തുണ്ടപ്പോളേ ഒരു മനസ്സിലിങ്ങനെ തോന്നി, ആരാണ് ഈ ബാബാക്കാക്കി വലിയ പണക്കാരനാണ്, വലിയ ഇഷ്ടംപോലെ ഇത് പഠിക്കാനുള്ള വലിയ കുടുംബത്തിലുള്ള ഞാനിപ്പോ എന്ത് ചെയ്യുന്നില്ല, ഈ ചളിമണ്ണ് എനിക്കെന്നെ വന്നല്ലോ എന്ന് ആർക്ക് തോന്നുന്നത്, ദാവൂദ് കാക്കിക്ക് തോന്നി. അത് അപ്പൊ ആര് മനസ്സിലാക്കി, അല്ല പുറപ്പിയാള ആര് മനസ്സിലാക്കി. അപ്പൊ മൂപ്പർ വേഗം വിളിച്ചിട്ട് ആ മലന്റെ മേലെ പോയി കണ്ട് കുറച്ച് മണ്ണെടുത്തുണ്ടാവും. അതൊന്ന് ദാവൂദ് കാക്കിനോട് മലന്റെ മുകളിൽ പോയി കണ്ടിട്ട് ഇത് മണ്ണെടുത്തുണ്ടാവും. മലന്റെ മുകളിൽ കയറിയപ്പോ എവിടെയും മണ്ണ് കാണുന്നില്ല, മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു. ഇയാള് എവിടെ മണ്ണെടുക്കാൻ നോക്കണം, മണ്ണിട്ടിട്ടില്ല. കിട്ടണമൊക്കെ എന്താണ്, സ്വർണ്ണ. ഇയാളാകെ ടെൻഷനല്ല, കാരണം സ്വർണ്ണമാരി കൊടുക്കാൻ പറ്റില്ലല്ലോ. ചളിമണ്ണല്ല എടുത്തത്, ചളിമണ്ണ് കിട്ടുന്നില്ല എവിടെയും. അങ്ങനെ ദാവൂദ് ആക്കി വന്നതിന് ചളിമണ്ണ് കിട്ടില്ല, ആ സ്വർണ്ണം എടുത്തുണ്ടാവും. അപ്പൊ ആ സ്വർണ്ണം എടുത്ത് വന്നിട്ട് ഇവരുടെ ഈ ചളിമണ്ണിന് പകരമായിട്ട് ഉപയോഗിപ്പിക്കും. അങ്ങനെ ആ സ്വർണത്തിന് വിലയില്ല, എന്റെ സമ്പത്തിനൊന്നും ഇല്ലാന്ന്, ഈ വലിയ സമ്പത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ലാതെ എന്ത് ചെയ്ത് ദാവൂദ് കാക്കിക്കാർ തെളിയിച്ചു കൊടുക്കല്, ഹംസ മഖ്ദൂം തെളിയിച്ചു കൊടുക്കും. ഈ രീതിയിൽ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കളെ വാർത്തെടുത്ത മഹാനാണ് ആര്, ഹംസ മഖ്ദൂം. ഇവിടെ ഈ ദർഗ ഉണ്ടാക്കിയത് ഫസ്റ്റ് പണിയത് അക്ബർ ചക്രവർത്തിന്റെ കാലത്ത്. ഫസ്റ്റിൽ ഈ പള്ളിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കി. പിന്നീട് പല പ്രാവശ്യത്തിൽ 984 ഹിജ്റ 984 മഹാനായ ഹംസ മഖ്ദൂം വഫാത്തായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ദിനെ
الفاتحة. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണമല്ല, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണമല്ല, ഉദ്ദേശങ്ങൾക്ക് ഹൈറാണെങ്കിൽ നീ പൂർത്തീകരിക്കണമല്ല, ഹൈറല്ലെങ്കിൽ ഹൈറിലേക്ക് തട്ടിത്തിരുത്തി തരണമല്ല. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. يسرى ظهورك عندنا مثلها طوار يا سيدي يا سيدي. السلام عليكم. Beni böyle ibadet karına tıkayniç mulay mukman putwa divani levantam amikot muzbul wazifa me tarsikri bashe shadhan zeni. നേരത്തെ സിയാറത്തും ദർശനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിരിക്കുകയാണ്. ഇനി മല ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ താഴെ പോയി നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് അടുത്ത കേന്ദ്രത്തിലേക്ക് പോകണം കേട്ടോ. തൽക്കാലം ഇവിടെ വെച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.